പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അടിച്ചു കളക എന്നു കൽപ്പിച്ചു. ഹോരേബ്, ദൈവസാന്നിധ്യത്താൽ തീ കത്തുന്ന ഇടം, അശുദ്ധിയുള്ളവർക്ക് അടുക്കാൻ കഴിയാത്ത വിശുദ്ധ സ്ഥലം. ആരാധനയിലെ വിശുദ്ധിയും തീക്ഷ്ണതയും കൊണ്ട് നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ് IPC ഹോരേബ് വർഷിപ്പ് സെന്റർ. അനവധി അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് ഉയർന്നു വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുടെ സ്വർഗീയ കൂട്ടായ്മ. IPC ഹോരേബിന്റെ വളർച്ചയുടെ ചരിത്രം ബൈജു ബാലകൃഷ്ണൻ എന്ന ദൈവദാസന്റെ ജീവിതവുമായി ഇതപര്യന്തം ഇഴചേർന്നതാണ്. 1983 മെയ് 30 ശ്രീ ബാലകൃഷ്ണന്റെയും ശ്രീമതി സുലോചനയുടെയും 3ാമത്തെ മകനായി തിരുവനന്തപുരം ജില്ലയിലെ അയ്യപ്പൻകുഴിക്കടുത്തുള്ള കാഞ്ഞിരംപാറയിൽ ജനിച്ച ബൈജു ബാലകൃഷ്ണൻ ഏറെ ചെറുപ്പത്തിലെ തന്നെ ദൈവ ശുശ്രൂഷയ്ക്കായുള്ള തീവ്രമായ അഭിവാഞ്ച പ്രകടിപ്പിച്ചിരുന്നു. കുലദൈവ പൂജകളും ദുർമന്ത്രവാദവും കുടുംബക്ഷേത്രവുമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പിതാവും മാർത്തോമ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മാതാവും കടുത്ത ദാരിദ്ര്യത്തിനും പരാധീനതകൾക്കുമിടയിലും മകനെ ദൈവവഴിയിലേക്കു തന്നെ നയിച്ചു. പഠനത്തിൽ അത്ര കണ്ട് മികവ് പുലർത്തിയ കുട്ടിയായിരുന്നില്ല ബൈജു. ചെറുപ്രായം മുതൽ ഒരു കണ്ണിന് കാഴ്ചയും ഒരു ചെവിക്ക് കേൾവിയും ഇല്ലാതിരുന്നത് ആ കുട്ടിയെ പൊട്ടൻ എന്ന വിളിക്ക് അർഹനാക്കി. കടുത്ത ദാരിദ്ര്യം നൽകിയ ദുരിതങ്ങളും നിരന്തരമായ അവഗണനകളും അവനെ കൂടുതൽ അന്തർമുഖനാക്കി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രീഡിഗ്രി പഠനം തുടരവേ കണ്ണിന്റെ രോഗം മൂർച്ഛിച്ച് പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന ബൈജു ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം എറണാകുളം സെമിനാരിയിൽ പ്രവേശനം നേടി. സെമിനാരി പഠനത്തിനു ശേഷം ബാംഗ്ലൂർ എവരിക് റീച്ചർ ക്രൂസൈഡ് എന്ന ടീമിനോട് ചേർന്ന് പാപ്പനംകോടിനടുത്തുള്ള മേലാങ്കോട്, വിളപ്പിൽശാലയ്ക്ക് സമീപമുള്ള മലപ്പനംകോട് എന്നീ സ്ഥലങ്ങളിൽ ചില നാമധേയ സഭകൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു. എന്നാൽ പുരോഹിത വസ്ത്രത്തോടെയുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതനായതോടെ ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. വെളിയന്നൂർ AG സഭയിലെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ സജി ചാക്കോ ബോംബെയിലേക്ക് പോയ 4 മാസക്കാലം ആ സഭയിൽ ചാർജ് എടുത്തുകൊണ്ടാണ് ദൈവദാസന്റെ വെള്ളനാട്ടേക്കുള്ള കടന്നുവരവ്. ആ സഭയിലെ തന്നെ വിശ്വാസിയായിരുന്ന സിസ്റ്റർ മേരിക്കുട്ടിയാണ് കമ്പനിമുക്കിൽ ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിനുള്ള പ്രചോദനം നൽകിയത്. അയ്യപ്പൻകുഴിയിൽ നിന്നും ഏലിയാവൂർ കടന്നു ട്രാക്റ്റുകളുമായി വീട് വീടാന്തരം കയറിയിറങ്ങിയ 19 വയസ്സുകാരന് വ്യവസ്ഥാപിത സഭകളുടെ പിന്തുണയില്ലാതിരുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. കമ്പനിമുക്കിലെ ശ്രീ സ്റ്റാൻലിയുടെ ഭവനത്തിൽ ആരംഭിച്ച ആരാധനയിൽ ആദ്യകാല വിശ്വാസികൾ ശ്രീമതി വസന്തകുമാരിയും അവരുടെ കുടുംബവുമാണ്. പതിയെ പതിയെ കൂടുതൽ പേർ ശുശ്രൂഷയുടെ ഭാഗമായി തുടങ്ങി. പക്ഷേ തുടർന്ന് ദൈവദാസന് ഈ നാട്ടിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. 2003 ജൂലൈ മാസം 23-ാം തീയതി ആണ് കമ്പനിമുക്കിൽ ബ്രദർ സ്റ്റാൻലിയുടെയും മെറ്റിൽഡയുടെയും ഭവനത്തിൽ പ്രാർത്ഥന ആരംഭിക്കാൻ ദൈവം അവസരം ഒരുക്കുന്നത്. ആ പ്രാർത്ഥന വളർന്നു വന്നു. 15-20 വിശ്വാസികളായ സമയത്ത് ചാങ്ങ കിഴക്കത് മുക്കിൽ 8.25 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഫൗണ്ടേഷൻ ദൈവാലയത്തിലിട്ടു. ഫൗണ്ടേഷൻ പൂർത്തിയായപ്പോൾ നാട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തു. ഹൈന്ദവ ദേശമായിരുന്നു. ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രാർത്ഥനാലയം പണിയാൻ പാടില്ല എന്ന് ഒരു ഓർഡർ പഞ്ചായത്തിൽ നിന്ന് വന്നു. പോലീസ് അധികാരികൾ ഇടപെട്ടു. അങ്ങനെ ആ സ്ഥലം നിസ്സാര വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. അത് ഞാൻ ഉൾപ്പെട്ട് നിന്നത് ഇന്ത്യ പെന്തക്കോസ്തൽ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ബ്രദർ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പ്രാർത്ഥന വന്നു. തുടർന്ന് കമ്പനിമുക്ക് CSI ചർച്ചിൻ്റെ പുറകിൽ
ബ്രദർ രാജൻ്റെയും തങ്കമണിയുടെയും വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഷെഡിലേക്ക് പ്രാർത്ഥന മാറ്റി. ഇതിനിടയിൽ 6 വീട് മാറി മാറി താമസിച്ചു. അതിൻ്റെ 4ാമത്തെ വാടക വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു ഒരു വലിയ ദുരന്തം ഉണ്ടായത്. രാത്രി 11:45 മണിക്ക് കാറ്റത്തും മഴയത്തും ഞങ്ങൾ താമസിച്ചിരുന്ന പട്ടാളത്തിലിരുന്ന് വീരമൃത്യു വരിച്ച സൈമൻ്റെ ഭവനം മേൽക്കൂര മുഴുവൻ തകർന്ന് കഷ്ടിച്ച് ഞങ്ങൾ മരണത്തിൽ നിന്ന് ഞാനും വൈഫ് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ വിവാഹം നടന്നു. അപ്പോൾ ഞങ്ങൾ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അത്ഭുതകരമായി ഞങ്ങളെ വിടുവിച്ചു. രാത്രി 12 മണിക്ക് ഞാനും എൻ്റെ വൈഫും കൂടെ മഴയത്ത് എവിടെ ചെന്ന് അന്തി ഉറങ്ങുമെന്നറിയാൻ കഴിയാതെ കമ്പനിമുക്ക് ജംഗ്ഷനിലൂടെ തകർന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത് ഇപ്പോഴും ഞാനൊരു സ്വപ്നം പോലെ ഓർക്കുകയാണ്. ആ കണ്ണുനീരിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഇത്രയും വളർത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അവിടെ നിന്ന് പ്രാർത്ഥനകൾ പലയിടങ്ങളിലും മാറി മാറി നടന്നെങ്കിലും ഇന്ന് കാണുന്ന തോംസൺ ഗ്രാഫൈറ്റ് മൈൻസ് ആൻഡ് ക്രൂസിബിൾസ് എന്ന സ്ഥാപനത്തിന് മുകളിലേക്ക് ആരാധന വരുവാൻ കാരണമായത് ഗ്രാഫൈറ്റ് കമ്പനി ഓണറായിരുന്ന തോംസൺ എന്ന പിതാവിൻ്റെയും മാതാവിൻ്റെയും അവിടെ 2 മക്കൾ വിജയകുമാർ, സുരേഷ് കുമാർ എന്നിവർക്ക് ദൈവം കൊടുത്ത നല്ല മനസ്സായിരുന്നു. ഇതിനിടയിൽ 150ഓളം വിശ്വാസികളായപ്പോൾ രാജ്ഭവൻ എന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഷെഡിൽ നിന്ന് മറ്റൊരു സ്ഥലം അതിൻ്റെ പുറകിലായി 7.5 സെൻറ്റ് സ്ഥലം മേടിച്ചു. അവിടെ ഒരു പ്ലാസ്റ്റിക് ഷെഡ്, ടെമ്പററി ഷെഡ് നിർമ്മിച്ചു. ഒരു സൺഡേയിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അവിടെ വരുമ്പോൾ പോലീസുകാർ ഇവിടെ വന്ന് നിറഞ്ഞിരുന്നു. കളക്ടറേറ്റ് കേസായി, ഹൈക്കോടതി കേസായി, വലിയ ദുരന്തങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പെന്തക്കോസ്ത് സഭ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും പോലീസുകാർ ഒരു ബസ് നിറച്ചിവിടെ ലാൻഡ് ചെയ്തു. കളക്ടർ ഓഫീസിൽ നിന്ന് RDOയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരോടെ വന്നു. എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിരവധി പ്രാവശ്യം പോലീസുകാർ വന്നു. വടിവാളുകളുമായിട്ട് സുവിശേഷ വിരോധികൾ ഞാൻ താമസിച്ച വീട് വളയാൻ ശ്രമിച്ചു. എന്നെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തി. അങ്ങനെ സൂര്യ ചാനലിലും ACV ചാനലുകൾ, നിരവധി TV ചാനലുകൾ വന്ന് ഷൂട്ട് ചെയ്ത് അത് വലിയ വാർത്തയാക്കി. പത്രമാധ്യമങ്ങളിൽ വാർത്തയായി. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേക ക്യാൻസർ രോഗികൾ, UK സ്കോട്ട്ലൻഡിലൊരു സായിപ്പ് ആംഗോസ് എന്നൊരു മനുഷ്യൻ ഉൾപ്പെടെ അനേകരുടെ ക്യാൻസർ രോഗങ്ങൾ ദൈവസൗഖ്യമാക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സാധുക്കളെ ഞങ്ങളെ ഇത്ര ഉയർത്തിയ ദൈവത്തിന് എല്ലാ മഹത്വം എൻ്റെ അർപ്പിക്കുന്നു. എൻ്റെ കൂടെ നിന്ന ശ്രേഷ്ഠ ദൈവമക്കളെയും കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ എല്ലാ ദൈവമക്കളും ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. കമ്പനിമുക്ക് ഇന്ത്യയിലെ വൈദേശിക ആധിപത്യത്തോളം പഴക്കമുള്ള ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന കമ്പനിമുക്കിന് ആ പേരു കൈവന്നത് തോംസൺ ഗ്രാഫൈറ്റ് മൈൻസ് ആൻഡ് ക്രൂസിബിൾസ് എന്ന സ്ഥാപനത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. കമ്പനിമുക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസാണ് ആരാധനയ്ക്കായി പിന്നീട് ദൈവം ഒരുക്കിയത്. കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ശോധനകളും ഒന്നിനുമീതെ ഒന്നായി കടന്നു വന്ന കാലം. സാധനങ്ങൾ വാങ്ങിയ കടകളിൽ പണം കൊടുക്കാനാകാത്ത അവസ്ഥയിൽ പലപ്പോഴും വഴിയിൽ തടഞ്ഞു നിർത്തപ്പെട്ടു. വലിയ അപമാനങ്ങൾക്ക് വിധേയനായി. ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഗ്രാഫൈറ്റ് കമ്പനിയുടെ ഉടമസ്ഥൻ തോംസൺ അവറുകളും അദ്ദേഹത്തിന്റെ കുടുംബവും തികച്ചും അനുഭാവപൂർണമായ സമീപനമാണ് ആരാധനയോട് സ്വീകരിച്ചത്. ആ കുടുംബം താമസിച്ചിരുന്ന രാജ്ഭവൻ എന്ന ഭവനത്തിന് മുകളിലെ താൽക്കാലിക ഹാളിൽ ദീർഘമായ 14 വർഷക്കാലം ആരാധന തുടർന്നു. ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന 150ഓളം വിശ്വാസികൾ ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മയിൽ. ഈ കാലയളവിൽ തന്നെ സ്ഥിരമായ ഒരു സഭാഹാൾ എന്ന ആഗ്രഹത്തോടെ കമ്പനിയുടെ പുറകിൽ 7.5 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു താൽക്കാലിക ഷെഡ് പണിത് ആരാധന ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ പുതിയ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. ദൈവിക ആരാധനയ്ക്കെതിരെയുള്ള മാനുഷിക പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ നിരവധി ദുരന്തങ്ങളും ഈ കാലയളവിൽ പാസ്റ്റർ കുടുംബത്തെ വേട്ടയാടി. ആലയവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ആവശ്യത്തിനായി ഹൈക്കോടതിയിൽ പോയി വരുമ്പോൾ കല്ലമ്പലത്ത് വെച്ചു നടന്ന വാഹനാപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നെങ്കിലും നിസ്സാര പരിക്കുകൾ മാത്രമായി അദ്ദേഹത്തെ ദൈവം സംരക്ഷിച്ചു. ദുരന്തങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വെറുതെ വിട്ടില്ല. 2ാമത്തെ മകനെ പ്രസവിക്കുമ്പോൾ ദൈവദാസന്റെ ജീവിത പങ്കാളിയായ സിസ്റ്റർ മിനിയുടെ നട്ടലിൽ നിന്നും ഗർഭപാത്രം വരെ ഒരു വലിയ മുഴ വ്യാപിച്ചിരിക്കുന്നതായി കണ്ടു. വിദഗ്ധ പരിശോധനയിൽ ഇത് അബ്ഡോമൻ ട്യൂമർ എന്ന മാരകമായ ക്യാൻസർ ആണെന്ന് വൈദ്യശാസ്ത്രം തീർച്ചപ്പെടുത്തി.
2011 ജൂലൈ മാസം 4-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അനേക ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ, ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നിങ്ങളുടെ മുമ്പ് ഒരു ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 3 മാസം മുതൽ എൻ്റെ ഉദരത്തിനകത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ഈ വേദന എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ 5-ാം മാസവും 7-ാം മാസവും ഒക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെക്കപ്പിനായിട്ടൊക്കെ കടന്നുപോയി. എന്നാൽ ഇതെന്താണെന്നൊന്നും ഡോക്ടർമാരോ ഒന്നും കണ്ടുപിടിച്ചില്ല. എന്നാൽ ഈ വേദന അസഹനീയമായി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വലത് കാല് ഫ്രണ്ടിലോട്ട് തന്നെ വയ്ക്കുവാനോ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ വളരെ വേദനയോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരോട് പറയാതെ ഞങ്ങൾ കുടുംബമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 9-ാം മാസം വീണ്ടും ചെക്കപ്പിനായിട്ട് ആശുപത്രിയിൽ കടന്നുപോയി. അന്ന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന് പുറത്ത് ഒരു മുഴയെന്ന് അവർ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇത് ഞങ്ങൾ ആരോട് പറഞ്ഞില്ല. വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് കടന്നു വന്നു. എന്നാൽ 9 മാസം കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഡെലിവറിക്കുള്ള സമയം അടുത്ത് വന്നു. ജൂൺ മാസം 28-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ 28-ാം തീയതി മുതൽ ഞാൻ ആശുപത്രിയിലാണ്. എന്നാൽ ഡെലിവറിക്കുള്ള സമയമൊക്കെ അടുത്ത് വന്നു. പക്ഷേ എൻ്റെ ഉദരത്തിനകത്ത് എൻ്റെ കുഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് അനക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥ കാണപ്പെടുവാനിടയായി തീർന്നു. ജൂലൈ മാസം 4-ാം തീയതി രാവിലെ 7 മണിയായപ്പോൾ ഡെലിവറിക്കുള്ള ആ പെയിനുള്ള മരുന്ന് വെച്ചു. എന്നാൽ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഈ 7 മണി കഴിഞ്ഞ സമയത്ത് ആ വേദനയെല്ലാം മാറി. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മാനസിക നില തെറ്റി. കാരണം എൻ്റെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് അവൻ്റെതായ അനക്കം നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് കരയുവാൻ തുടങ്ങി. 1 മാസം മുതലേ നല്ല വേദനയോടെ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, കമ്പനിമുക്ക് ദേശത്ത് ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്കെല്ലാം കുഞ്ഞുമായിട്ട് അവിടെ കടന്നു പോകണം. എനിക്ക് ജീവനോടെ നൽകണമേ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ, നേഴ്സുമാരൊക്കെ എൻ്റെ അടുക്കലുണ്ട്. എന്നാൽ എൻ്റെ വലത് കരം ഞാൻ ഉദരത്തിന് പുറത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെ നേരത്തെ ഉദരത്തിൽ ചലിച്ചു കൊണ്ടിരുന്നോ അതുപോലെ ചലിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ ഒന്നേ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും ഒന്നിനെ രക്ഷിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് 10:45 ആയപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എൻ്റെ വയർ ഓപ്പൺ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ എടുക്കുന്നത് നന്നായിട്ട് അറിയാം. പക്ഷേ ആ സമയം എനിക്ക് 7 കുപ്പി ബ്ലഡ് വരെ ശരീരത്തിൽ അടയ്ക്കേണ്ടി വന്നു. ബ്ലീഡിംഗ് ഉണ്ടായി. എല്ലാ നിലകളിലും വളരെയായ ശത്രുവായവൻ ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു. എങ്കിലും ജീവൻ ഒരു ദോഷവും വരാതെ അമ്മയെ കുഞ്ഞുമായി കർത്താവ് ബലത്തോടെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അത് കഴിഞ്ഞ് എല്ലാ സഹോദരിമാരും ഡെലിവറി കഴിഞ്ഞിട്ട് സുഖത്തോടൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എൻ്റെ വലത് കാലം നല്ല നീര് എന്നെ പെട്ടെന്ന് തന്നെ ICUയിലോട്ട് ആക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ 10 ദിവസം വരെ ICUയിൽ കിടന്നു. എന്നാൽ ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു എന്നാൽ എല്ലാം ഇന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവം നന്മയ്ക്കാക്കി ദൈവം തീർക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഒരു വിധത്തിലും എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു വിടുതലുമില്ല. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കടന്നു പോകാം. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞില്ല, എനിക്ക് സീരിയസ് ആണ്, ഒരിക്കലും ഭവനത്തിൽ ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ നോക്കിയത് മേഡമായിരുന്നു. അവർ പെന്തക്കോസുകാരാണ്. എന്നാൽ മേഡം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഏതെങ്കിലും ഒരു നല്ലൊരു അഭിഷക്തനെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദാസൻ അവിടെ എഴുതി വച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ ഭവനത്തിലോട്ട് കൊണ്ടുചെന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എനിക്ക് വേണ്ടി തന്നെ ക്രമീകരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആ കാലിലെ നീര് കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് ദൈവ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഈ കമ്പനിമുക്ക് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിലോട്ട് എന്നെ കൊണ്ടുവന്നു. എന്നാൽ ഈ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു മാരകമായ രോഗം, ക്യാൻസർ എന്ന് പറയുന്ന രോഗമായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഭാഗത്ത്
വളരെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഭാരപ്പെട്ടു എങ്കിലും ഞാൻ വിശ്വസിച്ചു ഈ രോഗത്തെക്കാൾ വലിയവനാണ് എൻ്റെ കർത്താവെന്ന്. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എനിക്ക് വേണ്ടി തന്നെ എൻ്റെ സഭ 21 ദിവസം ഉപവസിക്കുവാനിടയായി തീർന്നു. ആ ഉപവാസത്തിൻ്റെ 12ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു എന്നെ തൊടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞ ആ സാഹചര്യത്തിൽ എൻ്റെ ശരീരത്തിന് നല്ല ബലഹീനത ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആരെയും നോക്കിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ദൈവശക്തി എൻ്റെ ശരീരത്തിൽ വന്നടിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഇരുന്നും എൻ്റെ വയറ് ഞെക്കിയും നന്നായിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ മുഴയെ കർത്താവ് അപ്രത്യക്ഷമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഒരു മരുന്ന് പോലും കഴിക്കാതെ കൃപയാൽ വിശ്വാസത്താ എൻ്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യും. അത്ഭുതകരമായ വിടുതലിലൂടെ ദൈവം വീണ്ടെടുത്ത സിസ്റ്റർ മിനി ഇന്ന് സഭയിലെ ശുശ്രൂഷകളിൽ ദൈവദാസന് കൈത്താങ്ങായി കൂടെയുണ്ട്. മൂത്തമകൻ ബ്ലസൻ വിദേശത്ത് MBBS വിദ്യാർത്ഥിയാണ്. ഇളയ മകൻ ഗ്രൈസൻ 9ാം ക്ലാസ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഭൗതികമായ ഞെരുക്കങ്ങളുടെ കാലയളവിലും സഭയിൽ വിവിധ ശുശ്രൂഷകൾക്ക് കടന്നുവന്ന നിരവധി കർത്തൃദാസന്മാർ സഭയ്ക്ക് അതിവിശാലമായ ഒരു AC ഹാൾ ദൈവം നൽകുമെന്ന് പ്രവചിച്ചിരുന്നു. പ്രവചന നിവൃത്തി എന്നോണം രാജ്ഭവൻ കുടുംബം കമ്പനി കെട്ടിടത്തിന് മുകളിലുള്ള വിശാലമായ സ്ഥലം ആരാധനയ്ക്കായി വിട്ടുനൽകി. അവിടെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ശീതീകരിച്ച ഹാൾ സജ്ജമാക്കിയാണ് തുടർന്നുള്ള ആരാധനകൾ നടത്തിവരുന്നത്. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മാനസികവും ശാരീരികവും ഭൗതികവുമായ പോരാട്ടങ്ങൾ നേരിടുന്ന നിരവധി വ്യക്തികളാണ് സഭയിലേക്ക് കടന്നുവന്ന് വിടുതൽ പ്രാപിച്ചത്. ആത്മീകവും ഭൗതികവുമായ വിടുതൽ പ്രാപിച്ച നിരവധി പേർ മാനസാന്തരപ്പെട്ട് സ്നാനത്താൽ സഭയോട് ചേർക്കപ്പെട്ടു. This cornerstone, this solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fears are still, when striving cease. My comforter, my all in all, here in the love of Christ I stand. In Christ alone, who took on flesh, fullness of God in helpless babe, this gift of love and righteousness, scorned by the ones he came to save, till on that cross. ഇന്ന് 300-ലധികം ആളുകൾ കൂടി വരുന്ന IPC ഹോരേബ് വർഷിപ്പ് സെന്റർ നെടുമങ്ങാട് താലൂക്കിലെ പെന്തക്കോസ്ത് ഉപദേശമുള്ള ഏറ്റവും വലിയ സഭകളിൽ ഒരെണ്ണമാണ്. സഭ വളരുകയാണ്. കോട്ടൂർ മലവിളയിൽ ഒരു സബ് സെന്ററും ഉള്ളൂർ, കുരിയാത്തി എന്നിവിടങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. ഈ കാലയളവിൽ ദൈവദാസിനെ ദേശഭേദമന്യേ ദൈവം ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ 10ഓളം സ്റ്റേറ്റുകളിലും നിരവധി ഗൾഫ് രാജ്യങ്ങളിലും UK-യിലും ശുശ്രൂഷ ദൗത്യങ്ങളുമായി കടന്നുപോകാൻ ദൈവകൃപയാൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത ഞെരുക്കത്തിലൂടെ കടന്നുപോയ സഭയ്ക്ക് ദൈവം ഇന്ന് അനേകം സാധുക്കളെ സഹായിക്കുവാനുള്ള സാമ്പത്തിക പ്രാപ്തി നൽകിയിരിക്കുന്നു. In Christ alone, my hope is found. He is my light, my strength, my song. ഇതൊരു വീടിന്റെ സിറ്റ് ഔട്ട് ഭാഗമാണ് കാണുക. ഞങ്ങളുടെ വള്ളം ഇപ്പോൾ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിൽ അരി സാധനം കൊടുത്തോണ്ടിരിക്കുക. What depths of peace, when fears are still, when strife
പാസ്റ്റർ റോയി റസാലം, പാസ്റ്റർ ബോവസ് എന്നീ അസോസിയേറ്റ് പാസ്റ്റർമാരാണ് സഭയുടെ പ്രവർത്തനങ്ങളിൽ ദൈവദാസന് കൈത്താങ്ങാകുന്നത്. ബ്രദർ കുശലകുമാർ സഭാ സെക്രട്ടറിയും ബ്രദർ ജോണി ജോയിന്റ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുന്നു. 21 ദിന ഉപവാസ പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള തീവ്രമായ പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് സഭയുടെ വളർച്ചയ്ക്കു നിദാനം. സദാസജ്ജമായ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ബ്രദർ സൈറസ് നേതൃത്വം നൽകുന്നു. ബുധനാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നിരവധിയാണ്. എല്ലാ ദിവസവും അരമണിക്കൂർ പ്രഭാത പ്രാർത്ഥനയും രാത്രിയിൽ 1 മണിക്കൂർ കിഡ്സ് പ്രയറും ഓൺലൈനായി നടന്നു വരുന്നു. സഹോദരന്മാർക്ക് മാത്രമായുള്ള ഹിൽ ടോപ്പ് പ്രയർ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ശുശ്രൂഷയാണ്. സോദരീ സമാജം, PYPA, സൺഡേ സ്കൂൾ തുടങ്ങിയ പോഷക പ്രവർത്തനങ്ങളും തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ ഓൺലൈനായി ബൈബിൾ ക്ലാസും നടക്കുന്നുണ്ട്. ദൈവത്തെ അറിയാത്ത ജനസമൂഹത്തിലേക്ക് സുവിശേഷം എത്തിക്കുക എന്ന വലിയ ദൗത്യവുമായി ട്രാക്ട് മിനിസ്ട്രി, പരസ്യയോഗങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു. ലോകപ്രശസ്ത ദൈവദാസന്മാർ പങ്കെടുത്ത കൺവെൻഷനുകൾക്കും നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആധുനിക സംഗീത ഉപകരണങ്ങളും മികച്ച ഗായകരുമുള്ള ഒരു വർഷിപ്പ് ടീം സഭയ്ക്ക് സ്വന്തമായുണ്ട്. ഇന്ന് ഹോരേബ് വോയിസ് സഭയ്ക്ക് പുറത്തുള്ള വലിയ കൺവെൻഷനുകളിൽ പോലും സംഗീത സേവനം നൽകാൻ സുസജ്ജമാണ്. അതിവിദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും വിശുദ്ധ ആരാധനയ്ക്കായി ജനം കടന്നുവരുന്നു. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിലെ പൊതു ആരാധനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നതിന് ഒരു കൂട്ടം വിശ്വാസികൾ നൽകുന്ന നിസ്വാർത്ഥമായ സേവനവും അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. വളർച്ചയുടെ പടവുകൾ കയറുമ്പോഴും സഭയ്ക്ക് സ്വന്തമായി ഒരു സ്ഥലവും ഹാളും ഇല്ല എന്നത് ഒരു വലിയ പരിമിതിയായി നിലനിൽക്കുന്നു. ആരാധനയ്ക്കായി വിശാലമായ ഒരിടം എന്നതിനപ്പുറം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധർ, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, യാചകർ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങി മുഖ്യധാരാ സമൂഹം മാറ്റി നിർത്തുന്നവരെ പുനരധിവസിപ്പിക്കലും ഒരു സ്വപ്നമായി മുന്നിലുണ്ട്. പ്രതീക്ഷകൾക്കുപരിയായി ഇതുവരെയും നടത്തിയ ദൈവം ചില പുതുവഴികൾ തുറക്കുമെന്ന് തന്നെയാണ് പ്രത്യാശ. 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് വീണ ചെറിയൊരു തീപ്പൊരി പ്രതിസന്ധികളുടെ മുൾപടർപ്പുകൾക്ക് മീതെ ആളിപ്പടർന്ന് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഈ ദേശത്തിന്റെ വിടുതലിനായി വൻകാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നാം ഒരുമയോടെ ഹോരേബിലെ ദൈവ സാന്നിധ്യത്തിന്റെ അഗ്നി കെട്ടുപോകാതെ സൂക്ഷിക്കണം. കാരണം നമ്മളാണ് ഈ ദേശത്തിന്റെ കാവൽക്കാർ. അനേകം ആളുകളെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ക്രിസ്തു എന്ന അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കാൻ ബൈജു ബാലകൃഷ്ണൻ എന്ന ദൈവദാസന്റെ നേതൃത്വത്തിൽ IPC ഹോരേബിന്റെ ആത്മീയ പോരാട്ടങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ കരുത്താർജിച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക്. Worship you with all of my heart. I will seek your face all through my life. I will serve you, Lord, with all that I am. Here I am. I will worship you. Of you